എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ 5ാമത്തെ ക്ലാസ് ആണ്. 4 ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ തൈക്കാട് അയ്യാസ്വാമികളെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. തൈക്കാട് അയ്യ ഇദ്ദേഹം ജനിച്ചത് 1814 നഗലാപുരത്താണ്. ഈ നഗലാപുരം എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേരാണ് സുബ്ബരായൻ. അയ്യാസ്വാമികൾ, ശിവരാജ് യോഗി, സൂപ്രണ്ട് അയ്യ, ഗുരുവിന്റെ മഹാഗുരു എന്നീ പേരുകളിലും തൈക്കാട് അയ്യ അറിയപ്പെടുന്നു. അദ്ദേഹം കേരളത്തിൽ പന്തി ഭോജനം ആരംഭിച്ചു. അന്നേരം പന്തി ഭോജനം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് തൈക്കാട് അയ്യയുടേതാണ്. പന്തി ഭോജനം പറയുമ്പം വേറെ 3 ഭോജനം കൂടിയുണ്ടല്ലേ. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ഒന്നുകിൽ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്കത് ഓർത്തു വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പന്തി ഭോജനം തൈക്കാട് അയ്യയുടേതാണെങ്കിൽ സമപന്തി ഭോജനം ആരുടേതാണ്? സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമിയുടേതും, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ്റെതും, പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ്റെതും ആണ്. അപ്പോൾ പട്ടിസദ്യ ആരുടേതാണ്? അത് ചട്ടമ്പി സ്വാമിയുടേതാണ്. ഹഠയോഗ വിദ്യയിൽ പ്രഗത്ഭനായിരുന്ന അയ്യാഗുരു രസവാദത്തിലും സമർത്ഥനായിരുന്നു. ജാതി വിവേചനം കൽപ്പിക്കുന്നതിനെ അയ്യാഗുരു വിമർശിച്ചിരുന്നു. എല്ലാ ജാതിയിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പന്തി ഭോജനം സവർണരെ പ്രകോപിപ്പിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും ഗുരുവായിരുന്നു തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവായതുകൊണ്ട് തന്നെയാണ് തൈക്കാട് അയ്യയെ ഗുരുവിന്റെ ഗുരു എന്ന് അറിയപ്പെടുന്നത്. വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യ. വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, 1837 വൈകുണ്ഠസ്വാമികളെ ജയിലിലടയ്ക്കപ്പെട്ടു. ആ സമയത്തെ ജയിലറായിരുന്നു തൈക്കാട് അയ്യ. ഈ തൈക്കാട് അയ്യയുടെ നിർദ്ദേശപ്രകാരം വൈകുണ്ഠസ്വാമികളെ ജയിൽ മോചിതനാക്കി. പിന്നീട് തൈക്കാട് അയ്യ വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനാവുകയും ചെയ്തു. തൈക്കാട് അയ്യയ്ക്ക് ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. സ്വാതി തിരുനാൾ തൈക്കാട് അയ്യയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച് ശിഷ്യനായി. അപ്പോൾ ഈ പറയുന്ന സ്വാതി തിരുനാളും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും എല്ലാം തൈക്കാട് അയ്യയുടെ ശിഷ്യന്മാരായിരുന്നു. തിരുവിതാംകൂർ ഭരണാധികാരികൾ അയ്യ ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ ആദരിച്ചിരുന്നു. തിരുവനന്തപുരത്തെ ജ്ഞാനപ്രചാരണ സഭയിലൂടെ അദ്ദേഹം നവോത്ഥാന മൂല്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. സ്ത്രീകൾക്ക് തപസ്സാകാമെന്ന് അദ്ദേഹം തെളിയിച്ചത് സന്യാസിനിമാരായ യോഗിനി അമ്മ, കൊല്ലത്തമ്മ എന്നിവരെ ശിഷ്യകളായി സ്വീകരിച്ചുകൊണ്ടാണ്. ശൈവ പ്രകാശ സഭയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് തൈക്കാട് അയ്യയാണ്. 1909 തൈക്കാട് അയ്യ ഗുരു സമാധി അടഞ്ഞു. കറക്റ്റ് ഡേറ്റ് 1909 ജൂലൈ 20. ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന അയ്യാസ്വാമികളുടെ മുദ്രാവാക്യം പ്രസിദ്ധമാണ്. ഇനി നമുക്ക് തൈക്കാട് അയ്യയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രഹ്മോത്തര കാണ്ഡം, പഴനി ദൈവം അല്ലെങ്കിൽ പഴനി വൈഭവം, രാമായണം പാട്ട്, രാമായണം ബാലകാണ്ഡം, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, ഹനുമാൻ പാലൈ, എന്റെ കാശി യാത്ര. ഇനി തൈക്കാട് അയ്യയുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. തൈക്കാട് അയ്യാസ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണ്? സുബ്ബരായൻ. സൂപ്രണ്ട് അയ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? തൈക്കാട് അയ്യ ഗുരു. തൈക്കാട് അയ്യാസ്വാമികൾ സമാധിയായത് ഏതു വർഷമാണ്? 1909 ജൂലൈ 20. ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും ചെറുപ്പകാലത്ത് ഹഠയോഗാദികൾ അഭ്യസിപ്പിച്ചത് ആരായിരുന്നു? തൈക്കാട് അയ്യാസ്വാമികൾ. തൈക്കാട് അയ്യ ജനിച്ച
തമിഴ്നാട്. ആരിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾ ഹഠയോഗം സ്വായത്തമാക്കിയത്? തൈക്കാടയ്യ സ്വാമികളിൽ നിന്ന്. തൈക്കാടയ്യ ജനിച്ച വർഷം 1814. തൈക്കാട്ട് റെസിഡൻസിയുടെ മാനേജരായിരുന്ന നവോത്ഥാന നായകൻ തൈക്കാടയ്യ സ്വാമികൾ. ഹഠയോഗോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യ. തൈക്കാടയ്യാവിന്റെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. തൈക്കാടയ്യയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ തൈക്കാടയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ശിവൻ. ആരെയാണ് ജനം ബഹുമാനപൂർവം സൂപ്രണ്ടയ്യ എന്ന് വിളിച്ചത്? തൈക്കാടയ്യ. ഗുരുവിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാടയ്യ. ശൈവപ്രകാശ സഭയുടെ സ്ഥാപകൻ തൈക്കാടയ്യ മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്താൽ അയ്യാഗുരു സ്ഥാപിച്ച ആത്മീയ കേന്ദ്രം ശൈവപ്രകാശ സഭ. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചാല. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യൻ തൈക്കാടയ്യ ഗുരു. തൈക്കാടയ്യ ഗുരു സ്ഥിരമായി പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത് അഷ്ടപ്രധാൻ സഭ. ഇത് ചെന്നൈയിലാണ്. തൈക്കാട്ടയ്യ മിഷൻ സ്ഥാപിതമായ വർഷം 1984. ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം പിൽക്കാലത്ത് തൈക്കാട്ടയ്യ ഗുരുവിന്റെ ഏത് ശിഷ്യൻ വഴിയാണ് പ്രശസ്തമായത്? ശ്രീനാരായണ ഗുരു. ശിവരാജയോഗി, അയ്യാ സ്വാമികൾ എന്നീ പേരിലും അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ ഗുരു. പന്തിഭോജനം ആരംഭിച്ച നവോത്ഥാന നായകൻ തൈക്കാടയ്യ ഗുരു. തൈക്കാടയ്യാവിനെ ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാരാണ് സച്ചിദാനന്ദ മഹാരാജ്, ചിട്ടി പരദേശി. ആരുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമിയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചത്? തൈക്കാടയ്യ ഗുരുവിന്റെ. തൈക്കാടയ്യയുടെ ഇനി പറയുന്ന കൃതികളിൽ വേദാന്ത പണ്ഡിതൻ എന്ന നിലയിൽ തന്റെ സ്കോളർഷിപ്പ് കാണിച്ചത് ഏത്? ബ്രഹ്മോത്തര കാണ്ഡം. തൈക്കാടയ്യ ഗുരുവിന്റെ പത്നിയുടെ പേര് കമലമ്മാൾ. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് തൈക്കാടയ്യാവിനെ തൈക്കാട് റെസിഡൻസിയിലെ മാനേജറായി നിയോഗിച്ചത് മഗ്രിഗർ. തിരുവിതാംകൂറിൽ ആദ്യ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്തത് മനോന്മണിയം സുന്ദരൻ പിള്ള. തൈക്കാടയ്യയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, സ്വാതി തിരുനാൾ, രാജാ രവിവർമ്മ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, AR രാജരാജവർമ്മ. താങ്ക് യു.